ഹായ്. അപ്പോൾ ഇന്ന് നമുക്ക് പ്രോജക്റ്റ് ടൈഗർ എന്ന ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതുപോലെ ടെക്സ്റ്റൽ ആക്ടിവിറ്റീസും ഒക്കെ നോക്കാം കേട്ടോ. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ നോക്കുന്നത് അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡു യു നോ ദാറ്റ് എ പാരഗ്രാഫ് നോർമലി കണ്ടെയ്ൻസ് എ ടോപ്പിക് സെൻറ്റൻസ് ഇൻ ഇറ്റ്? It is general in nature and can be anywhere in the paragraph. The other sentences in the paragraph support, proof, give example, and present additional information on the topic sentence. Identify the topic sentence in the first paragraph. How many examples are given to support the topic sentence? What are they? ഓക്കെ, അപ്പോൾ എന്താ ചോദിച്ചിരിക്കുന്നത്? ഒരു പാരഗ്രാഫിൽ ഒരു ടോപ്പിക് സെൻറ്റൻസ് തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്കറിയാമോ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം ഒരു ടോപ്പിക് സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ ഒരു കാര്യത്തെ, ഒരു പ്രത്യേക ടോപ്പിക്കിനെ എന്താ പറയുക, കുറച്ച് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത് മെയിനായിട്ട് കാണിച്ചുകൊണ്ട് പറയുന്നതിനെയാണ് നമ്മൾ ടോപ്പിക് സെൻറ്റൻസ് എന്ന് പറയുന്നത്. അതിൽ ഒരു പ്രത്യേക ടോപ്പിക് ഇൻവോൾവ് ആയിരിക്കും, അതേക്കുറിച്ചായിരിക്കും ആ പാരഗ്രാഫ് ശരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എന്താണ് പ്രൂഫ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതേ സംബന്ധിക്കുന്ന ചില എക്സാമ്പിൾസ് ഒക്കെ ചിലപ്പോൾ ആ ഒരു പാരഗ്രാഫിൽ നമുക്ക് കണ്ടെന്ന് വരാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, ഇവിടെയുള്ള ആ ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ കാണുന്ന ആ ഒരു ടോപ്പിക് സെൻറ്റൻസ് ഏതാണ്, കൂടാതെ അതിന് ഇതിൽ നൽകിയിരിക്കുന്ന എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടോപ്പിക് സെൻറ്റൻസ് ഏതാണ്? ഫസ്റ്റ് പാരഗ്രാഫിൽ, നോ വൺ ക്യാൻ ബീറ്റ് ഹോളിവുഡ് വെൻ ഇറ്റ് കംസ് ടു മേക്ക് ഫിലിംസ് വിത്ത് ആനിമൽസ് ഇൻ ദം. അല്ലെ, ആനിമൽസിനെ വെച്ചിട്ടാണ് ഒരു ഫിലിം ചെയ്യുന്നതെങ്കിൽ ഹോളിവുഡിനെ മറികടക്കാൻ വേറെ ഒരു ഫിലിമും ഇല്ല എന്നാണ് ഇതിൽ പറയുന്ന ടോപ്പിക് സെൻറ്റൻസ് എന്ന് പറയുന്നത്. അതിൽ തന്നിരിക്കുന്ന എക്സാമ്പിൾ എന്തായിരുന്നു? 2 ഡോഗ്സിനെ പറ്റി പറയുന്നുണ്ടായിരുന്നു അല്ലേ. ഒന്നൊരു അൽസേഷ്യൻ ഡോഗ് ആയിരുന്നു, റിൻ ടിൻറ്റിൻ എന്ന് പറഞ്ഞിട്ട്. അടുത്തതൊരു കൊലിയാണ്, ആ ഡോഗിൻ്റെ നെയിം എന്ന് പറയുന്നത് ലെസ്സിയാണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2. Does the second paragraph introduce a new topic sentence? If not, what supporting details about the animal actors of Hollywood do you get from this paragraph? അടുത്ത ചോദിച്ചത് എന്താണ്? നെക്സ്റ്റ് പാരഗ്രാഫിൽ ഇതുപോലൊരു ടോപ്പിക് സെൻറ്റൻസിനെ പറ്റി പറയുന്നുണ്ടോ? ഇനി ഇല്ലെങ്കിൽ വാട്ട് സപ്പോർട്ടിംഗ് ഡീറ്റെയിൽസ് അബൌട്ട് ദ ആനിമൽ ആക്ടേഴ്സ് ഓഫ് ഹോളിവുഡ് എന്ന് വെച്ചാൽ ആ ഹോളിവുഡിൽ ആക്ട് ചെയ്യുന്ന ആ ഒരു ആനിമൽ ആക്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് ആ പാരഗ്രാഫിൽ കിട്ടുന്നുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെക്കൻഡ് പാരഗ്രാഫിൽ ടോപ്പിക് സെൻറ്റൻസ് ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. There is no new topic sentence. The second paragraph elaborates on the first. Here we see another large dog in Disney studio in Hollywood. എന്നുവെച്ചാൽ ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്ന ആ ടോപ്പിക് സെൻറ്റൻസിനെ കുറച്ചുകൂടി എന്താണ് വിവരിച്ച് പറയുകയാണ് സെക്കൻഡ് പാരഗ്രാഫിൽ ചെയ്യുന്നത്. കൂടാതെ അതിൽ വേറൊരു വലിയൊരു ഡോഗിനെ കുറിച്ചും സംസാരിക്കുന്നുണ്ട്. ഡിസ്നി സ്റ്റുഡിയോയിൽ എന്താണ് ഈ ഫിലിം നടക്കുന്ന സമയത്ത് പറഞ്ഞിരിക്കുന്ന ഒരു ഡോഗിനെ കുറിച്ച് കൂടെ അതിൽ പറയുണ്ടായി. ഓക്കെ, വാട്ട് അഡീഷണൽ ഇൻഫർമേഷൻ ഡു യു ഗെറ്റ് അബൌട്ട് സ്റ്റാൻഡിങ്സ്? ഓക്കെ, സ്റ്റാൻഡിങ്സിനെ കുറിച്ച് നിങ്ങൾക്ക് ഇതിൽ അഡീഷണൽ ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു അറിവ് എന്താണ്? സ്റ്റാൻഡിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സബ്സ്റ്റിറ്റ്യൂട്ട്സ് അല്ലെ, ഒരാൾക്ക് പകരം വേറൊരാൾ ചെയ്യുക. അപ്പോൾ ഈ ഒരു ഫിലിമിൽ സ്റ്റാൻഡിങ്സ് എന്താ മനസ്സിലായല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു കൂടുതലായിട്ട് കിട്ടിയിട്ടുള്ള വേറൊരു അറിവ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിലെന്താണ്? We come to know that there are stand-ins even for animals. മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് പോലും സ്റ്റാൻഡിങ്സ് ഉണ്ട് എന്നാണ് നമുക്ക് ഇതിൽ കൂടെ അറിയാൻ പറ്റിയിട്ടുള്ള ഒരു പുതിയ കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് ഈസ് ദ പസിലിംഗ് ഇൻസിഡൻറ്റ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ പാരഗ്രാഫ് 3? അപ്പോൾ മൂന്നാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു പസിലിംഗ്, ആ ഒരു കൺഫ്യൂസിങ് ഇൻസിഡൻറ്റ് ഏതായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. When the cameraman shouted to everyone to take their positions, the dog, the main actor, remained where it was. അപ്പം അദ്ദേഹം ഇങ്ങനെ ആ ഒരു ഷൂട്ടിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പോയ സമയത്ത് ക്യാമറാമാൻ ഇങ്ങനെ എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട്, എല്ലാവരും അവരവരുടെ പൊസിഷനിൽ പോയി നിൽക്കൂ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒരു ഡോഗ് മാത്രം, അതിൽ ആക്ട് ചെയ്യുന്ന ഒരു ഡോഗാണ്, പക്ഷെ ആ ഡോഗ് മാത്രം അവിടുന്ന് അനങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതായിരുന്നു അദ്ദേഹത്തെ പസിൽ ചെയ്ത കാര്യം. ഓക്കെ, which incident shows that the animal actors in Hollywood were treated with reverence? അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏത് കാര്യമാണ് നമുക്ക് കാണിച്ചു തരുന്നത്? അതായത് ഈ ആനിമൽ ആക്ടേഴ്സ് ഹോളിവുഡിൽ ഈ ആനിമൽ ആക്ടേഴ്സിനെ അത്രയും എന്താ പറയുക, ആദരവോടെ ബഹുമാനത്തോടെയാണ്, അതിൽ ഇത്രയും ഇമ്പോർട്ടൻസോട് കൂടിയാണ് നോക്കുന്നത്, ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കി തന്ന കാര്യം ഏതായിരുന്നു? The incident of bringing a stand-in for a dog. Usually stand-ins are used only for celebrity actors who are held in high reverence.
അപ്പോൾ ഇതിൽ അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് ആനിമൽസിന് കൊടുക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈവൻ ആനിമൽസിന് പോലും ആരുണ്ടായിരുന്നു, സ്റ്റാൻഡിൻസ് ഉണ്ടായിരുന്നു. പൊതുവേ നമ്മൾ കാണുക വളരെ ഫേമസ് ആയിട്ടുള്ള അത്രയ്ക്ക് ബിസി ആയിട്ടുള്ള ആക്ടേഴ്സിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും അധികം ഈ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ ഉണ്ടാവുക. പക്ഷേ ഇവിടെ ആനിമൽസിന് വേണ്ടിയിട്ടും സ്റ്റാൻഡിൻസിന് കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ. Question number 3. What were the difficulties Alfred Hitchcock had to face while making the film Birds? അപ്പോൾ ബേർഡ്സ് എന്ന ഫിലിം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആൽഫ്രഡ് ഹിച്ച്കോക്ക് നിൽക്കുന്ന സമയത്ത് അദ്ദേഹം അനുഭവപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് എന്തിൻ്റെ പേരിലായിരുന്നു അദ്ദേഹം ബുദ്ധിമുട്ടിയത്? Hitchcock wanted a variety of trained birds, especially many ravens, as actors in his film. It was not easy to get trained birds. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫിലിമിൽ അദ്ദേഹത്തിന് വേണ്ടത് ട്രെയിൻ ചെയ്യിച്ചുള്ള പക്ഷികളെ ആയിരുന്നു അല്ലേ, പ്രത്യേകിച്ച് റേവൻസിനെ. അപ്പോൾ എന്താണ്, അങ്ങനെ ട്രെയിൻ ചെയ്തിട്ടുള്ള പക്ഷികളെ കിട്ടാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4. ഹൗ ഡിഡ് ഹിച്ച്കോക്ക് മാനേജ് ടു ഗെറ്റ് എ ലാർജ് നമ്പർ ഓഫ് റേവൻസ് ഫോർ ഹിസ് ഫിലിം? അപ്പം അദ്ദേഹത്തിൻ്റെ ഫിലിമിൽ ഒരു വലിയ ക്വാണ്ടിറ്റി ഓഫ് റേവൻസിനെ തന്നെ വേണം. അപ്പം അങ്ങനെ റേവൻസിനെ കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്തായിരുന്നു ചെയ്തത്, എങ്ങനെയായിരുന്നു അതിനെ മാനേജ് ചെയ്തത്? He placed advertisements all over the USA asking for people who had trained ravens with them. Then a man with nearly 100 trained ravens responded. അപ്പോൾ അദ്ദേഹം കുറേ എന്താ പറയുക പരസ്യങ്ങളൊക്കെ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു എന്താണ്, ഇങ്ങനെ ട്രെയിൻ ചെയ്തിട്ടുള്ള പക്ഷികളുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ അടുത്ത് വരണം. അങ്ങനെ ഇത് കണ്ട സമയത്ത് ഒരു 100 ട്രെയിൻ ചെയ്തിട്ടുള്ള റേവൻസുമായിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 5. വാട്ട് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് pretty impressive? അപ്പം ഇതിൽ പറഞ്ഞിരിക്കുന്ന എന്ത് കാര്യമാണ് കുറച്ച് ഇംപ്രസീവായിട്ട് നമുക്ക് കാണാൻ നല്ല ഭംഗിയുള്ള അല്ലെങ്കിൽ കാണുന്ന സമയത്ത് നമുക്കൊരു കൗതുകം തോന്നുന്ന ഇംപ്രസീവായിട്ട് തോന്നുന്ന ഒരു കാര്യം എന്തായിരുന്നു? The sight of 50 ravens perching quietly in a row on a specified spot obeying the order of the trainer. എന്തായിരുന്നു, ട്രെയിനറുടെ വാക്ക് കേട്ടിട്ട് അനുസരിച്ചിട്ട് ഈ 10-50ഓളം ഈ റേവൻസ് എന്ത് ചെയ്തു, റോ ആയി നിന്നിട്ട് ഒരു പെർട്ടിക്കുലർ സ്പോട്ടിലേക്ക് പറന്നു പോകുന്നുണ്ടായിരുന്നു ഈ ട്രെയിനർ പറയുന്ന സമയത്ത്. അതായിരുന്നു നമുക്ക് ഇംപ്രസീവായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 6. ഐഡന്റിഫൈ ദ മെയിൻ ടോപ്പിക് ഓഫ് ദ ആർട്ടിക്കിൾ ഫ്രം പാരഗ്രാഫ് 8. 8ാമത്തെ പാരഗ്രാഫിൽ നമ്മൾ കാണുന്ന മെയിൻ ടോപ്പിക് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ടൈഗേഴ്സിൻ്റെ കാര്യമാണ് അല്ലേ, ഷൂട്ടിംഗ് ഫിലിംസ് യൂസിങ് ടൈഗേഴ്സ്. അപ്പോൾ ടൈഗേഴ്സിനെ യൂസ് ചെയ്തിട്ട് ഫിലിം ഷൂട്ട് ചെയ്യുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് പാരഗ്രാഫ് 8ൽ പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 7. What other details are given about the topic in the paragraph? ആ പാരഗ്രാഫിൽ വേറെ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് എക്സ്ട്രാ കൊടുത്തിരിക്കുന്നത്? In the film Goopy Girl and Bagha Bhai, Goopy and Bagha suddenly come across a tiger that is walking about in the forest without paying them any attention. അപ്പോൾ ആ ഒരു ഫിലിമിൽ ഗൂപ്പി ബാഗ എന്ന് പറയുന്ന ഒരു 2 കഥാപാത്രങ്ങളാണുള്ളത്. അപ്പോൾ അവർ എന്താണ് പെട്ടെന്ന് ഒരു ടൈഗറിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരികയും എന്നാൽ ആ ടൈഗർ അവരെ കണ്ടിട്ട് ഒട്ടും മൈൻഡ് ചെയ്യാതെ കുറച്ച് നടന്നിട്ട് അവരെ മൈൻഡ് ചെയ്യാതെ പോകുന്നതുമാണ് നമ്മൾ ആ ഒരു എന്താ പറയുക പാരഗ്രാഫിൽ നമ്മൾ പിന്നെ കാണുന്നൊരു കാര്യം എന്ന് പറയുന്നത്. Then question number 8. How did Ray manage to get a tiger? അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് ഒരു ടൈഗറിനെ കിട്ടാൻ വേണ്ടി മാനേജ് ചെയ്തത്, എങ്ങനെയാണ് അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പൊക്കെ ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. He managed to get one from Bharat Circus which was performing in Calcutta at that time. അപ്പോൾ കൽക്കത്തയിൽ ആ ഒരു സമയത്ത് ഭാരത് സർക്കസ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് വെച്ചാൽ അവിടെ ഈ ടൈഗർ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, ടൈഗറിനെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയായിരുന്നു അദ്ദേഹം എന്ത് ചെയ്തത്, അതിന് ഒരു എഫേർട്ട് എടുത്തത്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 9. വാട്ട് ഈസ് ദ റോൾ ഓഫ് എ റിംഗ് മാസ്റ്റർ ഇൻ എ സർക്കസ്? അപ്പോൾ ഒരു സർക്കസിൽ റിംഗ് മാസ്റ്ററുടെ റോൾ എന്താണ്? എ റിംഗ് മാസ്റ്റർ ഈസ് എ മാസ്റ്റർ ഓഫ് സെറിമണീസ്. ഹി ഇൻട്രൊഡ്യൂസസ് ദ വേരിയസ് ആക്ട്സ് ഇൻ എ സർക്കസ് ഷോ ആൻഡ് ഗൈഡ്സ് the audience through the experience, directing their attention to the various areas of the circus arena. In some places, the name ringmaster is used to mean the person who arranges the various performance by trained animals. അപ്പോൾ ഒരു സ്റ്റേജിൽ നടക്കുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടാവില്ലേ, ഒരു സർക്കസ് നടക്കുമ്പോൾ ആളുകളുടെ ശ്രദ്ധ അവിടത്തേക്ക് തിരിച്ചു വിടുക അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുക. അതുപോലെ ചില സ്ഥലങ്ങളിൽ എങ്ങനെയാണ് റിംഗ് മാസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ട്രെയിൻഡ് ആയിട്ടുള്ള മൃഗങ്ങളെ എന്താണ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നതും ചെയ്യുന്നതൊക്കെ ആരായിരിക്കും? ഈ റിംഗ് മാസ്റ്റേഴ്സ് ആയിരിക്കും. ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 10.
വാട്ട് were the difficulties faced in bringing the tiger before the camera? അപ്പോൾ ക്യാമറയുടെ മുന്നിൽ ഈ ടൈഗറിനെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു? The main problem was how to keep the people safe from the tiger once it is let out of the cage. അപ്പോൾ കൂട്ടിൽ നിന്ന് ഈ ടൈഗർ പുറത്തേക്ക് ഇറങ്ങിയാൽ എങ്ങനെയാണ് ഈ ആളുകളെ മാനേജ് ചെയ്യുക എന്നുള്ള ഒരു പ്രോബ്ലം ഇവർക്ക് നന്നായിട്ട് ഉണ്ടായിരുന്നു. അല്ലെ, എത്രത്തോളം സേഫ്റ്റിയാണ് ഇവർക്ക് ഈ ജനങ്ങൾക്കുള്ളത്. In the shots for the film, the trainer should not be seen. അത് മാത്രമല്ല, ഷോട്ട് നടക്കുന്ന സമയത്ത് ടൈഗറിന്റെ കൂടെ ട്രെയിനറെ കാണാനായിട്ട് പാടില്ല. On the first occasion, the tiger pranced about. Later, the scenes that were shot were not good enough. The second time, the tiger charged towards the crowd, terrifying them. അപ്പോൾ എന്താ, ആദ്യം തന്നെ ഈ ടൈഗർ എന്ന് പറയുന്നത് വളരെ കുതിച്ചു വാങ്ങിയിട്ടാണ്. കാരണം ഇവർ എങ്ങനെയാണോ ആഗ്രഹിച്ചതെന്ന് വെച്ചാൽ ആ ഒരു ലെവലിലായിരുന്നില്ല നമ്മുടെ ടൈഗർ റെസ്പോണ്ട് ചെയ്തിരുന്നത്. കൂടാതെ ആ എടുത്തിരിക്കുന്ന സീനൊന്നും ഒട്ടും നല്ലതായിരുന്നില്ല. രണ്ടാമത്തെ ടൈം ആണെങ്കിൽ എന്താണ്, ഈ ജനക്കൂട്ടത്തിനെതിരെ ആയിരുന്നു ഫസ്റ്റ് തന്നെ ഈ ടൈഗർ ചാടിയത്. അപ്പോൾ അതൊക്കെയായിരുന്നു അവർ ഫേസ് ചെയ്തിട്ടുള്ള മെയിൻ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. Question number 11. What does the expression to go down the drain mean? To go down the drain എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് അതിന് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. It means the efforts were wasted. There was no gain from the work wanted. ഒരാൾ ചെയ്ത വർക്കിൽ നിന്ന് അതിൻ്റെ റിസൾട്ട് കിട്ടാതാവുക, അല്ലെങ്കിൽ ഒരു നേട്ടവും കിട്ടാതാവുക, നമ്മൾ ചെയ്ത എഫേർട്ട്, നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് തീർച്ചയായും എന്തായി പോവുക, വേസ്റ്റ് ആയി പോവുക. അതാണ് ഈ ഒരു എക്സ്പ്രഷൻ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. Then question number 12. What was Mr. Torres' suggestions to control the tiger? അപ്പോൾ ടൈഗറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ടൊറത്ത് എന്ന് പറയുന്ന വ്യക്തി കൊടുത്തിരിക്കുന്ന സജഷൻസ്, നിർദ്ദേശങ്ങൾ എന്തൊക്കെയായിരുന്നു? He suggested putting a ring made of thin wire around the neck of the tiger. ടൈഗറിന്റെ കഴുത്തിൽ എന്ത് ചെയ്യുക, ഒരു നേരിയ വയർ എന്ത് ചെയ്യാം, ചുറ്റുക. The ring should be hooked to a length of wire so that the tiger does not go out of control. അപ്പോൾ അങ്ങനെ എന്താണ്, കഴുത്തിൽ അത് ഇടുന്ന സമയത്ത് ടൈഗറിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ പെട്ടെന്ന് അത് അങ്ങോട്ട് അറ്റാക്ക് ചെയ്യില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. Then question number 13. What made Ray think of a collar made of tiger skin? എന്തുകൊണ്ടാണ് റേ ഒരു ടൈഗർ സ്കിന്ന്, ടൈഗറിന്റെ സ്കിന്ന് പോലെ ഫീൽ ചെയ്യുന്ന ഒരു കോളർ ഉണ്ടാക്കണം എന്ന് റേ നിർദ്ദേശിക്കാനുള്ള അല്ലെങ്കിൽ ചിന്തിക്കാനുള്ള കാരണം എന്തായിരുന്നു? The scene to be shot was Goopy and Baga getting terrified at the sight of a tiger. If the tiger has a ring on its neck and it's seen in the shoot, the scene will have no meaning as people don't get frightened when they see a tiger under the control of a trainer. അപ്പോൾ എന്താണ്, ഈ ഗൂപ്പിയും ബാഗയും കൂടെ നമ്മുടെ ടൈഗറിനെ കണ്ടിട്ട് പേടിക്കുന്ന ഒരു സീനുണ്ട്. ആ ഒരു സമയത്ത് ഇതിൻ്റെ കഴുത്തിൽ ഇങ്ങനെ ഒരു വയറിട്ട് കഴിഞ്ഞാൽ ഷോട്ട് എടുക്കുന്ന സമയത്ത് എന്താണ്, ഒന്നെങ്കിൽ റിംഗ് മാസ്റ്റർ അടുത്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ ട്രെയിനർ അടുത്തുണ്ടാവുന്ന സമയത്ത് അത് വളരെ അരോചകമായിട്ട് തോന്നും. കാരണം കാണുന്ന ജനങ്ങൾക്ക് അതിലൊരു പേടിയോ ഒരു എക്സൈറ്റ്മെൻറ്റോ ഒന്നും കിട്ടില്ല. Ray wanted to hide the wire and that is why he thought of a collar made of tiger skin. അപ്പം റേക്ക് എന്ത് വേണമായിരുന്നു, ആ വയർ, കുടുക്കിയിരിക്കുന്ന വയർ ക്യാമറയിൽ കാണാൻ പാടില്ല, ഷോട്ട് എടുക്കുമ്പോൾ കാണാൻ പാടില്ല. അപ്പോൾ അത് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ടൈഗർ സ്കിന്നിലുള്ള ഒരു കോളർ ഉണ്ടാക്കാമെന്ന് പറയുന്നത്. ദ വയർ വിൽ ബി ഹിഡൻ ഇൻ ദ കോളർ. അപ്പോൾ കോളറിൽ ആ വയർ ചുറ്റുന്ന സമയത്ത് എന്താണ്, ആ വയർ നമുക്ക് കാണില്ല. ഓക്കെ. Question number 14. Why did Mr. Torres bring 2 tigers instead of 1? എന്തുകൊണ്ടാണ് ടൊറത്ത് ഒരു ടൈഗറിനെ കൊണ്ടുവരുന്നതിന് പകരം 2 ടൈഗേഴ്സിനെ കൊണ്ടുവന്നിരുന്നത്? He brought 2 so that in case one does not behave properly, the other could be used for shooting the scene. അപ്പോൾ എന്താണ്, ആദ്യം കൊണ്ടുവന്ന ടൈഗർ അത് നല്ല രീതിക്ക് ബിഹേവ് ചെയ്യുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് അനുസരിക്കുന്നില്ലെങ്കിൽ രണ്ടാമത്തേനെ യൂസ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് 2 എണ്ണത്തിനെ കൊണ്ടുവന്നത്. Question number 15. Why was Mr. Torres taken aback? അപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം അതിനൊന്ന് പിൻവലിഞ്ഞത്? Mr. Torres was taken aback because of the unexpected behavior of the tiger. അപ്പോൾ അദ്ദേഹം ശരിക്കും പിന്നോട്ട് പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ടൈഗറിന്റെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ബിഹേവിയർ കണ്ട സമയത്താണ്, അല്ലേ? ഇൻസ്റ്റെഡ് ഓഫ് വാക്കിംഗ് ക്വയറ്റ്ലി ഇൻ എ ഡിഗ്നിഫൈഡ് മാനർ ഇറ്റ് സ്റ്റാർട്ടഡ് ജമ്പിങ് ആൻഡ് റണ്ണിങ് അബൌട്ട് വിത്ത് എ ലോട്ട് ഓഫ് എനർജി. ഇങ്ങനെ വളരെ ശാന്തനായിട്ട് വളരെ ഡിഗ്നിറ്റിയോടെ നടക്കേണ്ട ഒരു സമയത്ത് ഈ ടൈഗർ എന്താ ചെയ്തിരിക്കുന്നത്, ചാടി ഓടി ഭയങ്കര എനർജിയിലാണ് വന്നിരിക്കുന്നത്. അതാണ് നമ്മുടെ തുരത്തിനെ ഒന്ന് പിടിച്ച് നിർത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത്. Then question number 16. What might be the reason for the tiger's unexpected behavior? എന്തായിരിക്കാം
ഇങ്ങനെ ഈ ടൈഗർ ഇവിടെ വന്ന സമയത്ത് ആക്ട് ചെയ്യാതെ പെട്ടെന്ന് ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെയുള്ള ഒരു ബിഹേവിയർ കാഴ്ചവെച്ചത് എന്തുകൊണ്ടായിരിക്കാം? The reason was the call of the wild. When it saw itself in the open forest, he must have forgotten for a while that he is a circus animal. Probably he was showing his original instinct to be free. അപ്പോൾ എന്താണ്, ഈ ഒരു കാട്ടിൽ വെച്ചിട്ടാണല്ലോ ഈ ഒരു ഷൂട്ട് നടക്കുന്നത്. അപ്പോൾ കാട്ടിലെത്തിയ സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ ടൈഗർ അപ്പോൾ ഒന്ന് വൈൽഡായി പോയതാവാം. കാരണം താൻ സർക്കസിലുള്ള ടൈഗർ അല്ലാന്ന് മറന്ന് സ്വന്തം കാട് കണ്ട സമയത്തുള്ള ആ ഒരു എന്താ പറയുക, അതിൻ്റെ ഉള്ളിലുള്ള അതിൻ്റെ ഒരു എനർജി അല്ലെങ്കിൽ ആ കാടിനോടുള്ള ഒരു ഇഷ്ടം, അതൊക്കെയാണ് അത് പെട്ടെന്ന് അങ്ങനെ ബിഹേവ് ചെയ്യാനുള്ള ഒരു കാരണം. വൈൽഡായി പോയി അല്ലേ, വന്യമായിട്ട് പെരുമാറിയത്, അത് ആ ഒരു റീസൺ കൊണ്ടാണ്. Question number 17. How does Ray describe the situation humorously? ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് നമ്മുടെ റേ കുറച്ച് തമാശവൽക്കരിച്ചുകൊണ്ട് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്, വിവരിച്ചിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റേ ഡിസ്ക്രൈബ്സ് ദ സിറ്റുവേഷൻ ഹ്യൂമറസ്ലി ബൈ സേയിങ് ദാറ്റ് ദേ വർ ഗെറ്റിംഗ് ടു സീ എ സ്ട്രേഞ്ച് കൈൻഡ് ഓഫ് സർക്കസ് ഫോർ ഫ്രീ. അദ്ദേഹം എങ്ങനെയാണ് അതിൽ ഒരു ഹ്യൂമർ കൊണ്ടുവന്നത്? അദ്ദേഹം പറഞ്ഞത് എന്താണ്, ഞങ്ങൾ ഫ്രീ ആയിട്ട് പണം കൊടുത്തിട്ട് ഒരു സർക്കസ് കാണാൻ വേണ്ടി വന്ന ഒരു അവസ്ഥയായിരുന്നു ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ട സമയത്ത്. ഓക്കെ. Question number 18. What did Ray mean when he said this should have been the end of the story? എന്തുകൊണ്ടാണ് റേ പറയാൻ കാരണം ഇത് കഥയുടെ അവസാനമാണ്, ഇതായിരിക്കാം കഥയുടെ അവസാനം എന്ന് പറയാനുള്ളൊരു കാരണം എന്താണ്? When the tiger calmed down, they took a few shots as needed. This should have been the end of the story. But when they went back to Calcutta, they found that the shots were not clear and they had to reshoot the scenes again at another time. എന്തായിരുന്നു, ഇപ്പം ടൈഗർ കുറച്ചൊന്ന് ഇങ്ങനെ ഒരു കൂളായ സമയത്ത് ഇവർ കുറച്ച് ഷോർട്സ് ഒക്കെ എടുക്കണ്ടായി. പക്ഷേ എന്താണ്, ഇവർ കൽക്കട്ടയിൽ തിരിച്ചു പോയി ആ ഷോർട്സ് ഒക്കെ നോക്കുന്ന സമയത്ത് അതൊട്ടും നല്ലതല്ലായിരുന്നു, ക്ലാരിറ്റി ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്, വേറൊരു ദിവസം വീണ്ടും അത് റീഷൂട്ട് ചെയ്യേണ്ടി വന്നു. Then question number 19. Why was Mr. Turek asked to give it another go? അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ആ ഒരു വട്ടവും കൂടി നമുക്ക് ഒരു അറ്റംപ്റ്റും കൂടെ നടത്താം അല്ലെങ്കിൽ ഒന്നുകൂടെ നമുക്ക് പോവാം എന്ന് അദ്ദേഹം പറയാനുള്ളൊരു കാരണം എന്താണ്? Because the first shot were not clear and they had to shoot the scenes again. അപ്പോൾ അതിൻ്റെ കാരണം ഇതായിരുന്നു, ഫസ്റ്റ് ചെയ്തിരിക്കുന്ന ഷോട്ട് എന്ന് പറയുന്നത് ഒട്ടും ക്ലിയർ അല്ലായിരുന്നു, ഒട്ടും നമ്മൾ വിചാരിച്ചിട്ടുള്ള ഒരു ലെവലിലോട്ട് എത്തിക്കാനായിട്ട് സാധിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഷൂട്ട് വീണ്ടും എന്ത് ചെയ്യണമായിരുന്നു, സീൻസ് വീണ്ടും ഷൂട്ട് ചെയ്യണമായിരുന്നു. Then question number 20. What was the magic performed by the tiger? അപ്പോൾ അവിടെ ടൈഗർ അവിടെ കാണിച്ചിട്ടുള്ള ആ ഒരു മാജിക് എന്താണ്? There were nearly 150 villagers who had come to see the shooting. അപ്പോൾ ഷൂട്ടിംഗ് കാണാനായിട്ട് ഏകദേശം ഒരു 150 ജനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു, പീപ്പിൾ വന്നിട്ടുണ്ടായിരുന്നു. They were told to keep a safe distance because of the tiger. അപ്പോൾ ഇവരിങ്ങനെ ഇൻസ്ട്രക്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്, ടൈഗർ കാരണം നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. But they ignored instructions and came as close to the camera as they could. പക്ഷെ അവർ അതൊന്നും വകവെച്ചില്ല, കൂടാതെ എത്ര ക്യാമറയുടെ എത്ര അടുത്ത് നിൽക്കാൻ പറ്റുമോ അത്ര അടുത്ത് ഇവർ വന്നിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. When the cage was opened, the tiger jumped down with a roar and charged towards the crowd. അപ്പം കൂട് തുറന്ന സമയത്ത് ടൈഗർ എന്ത് ചെയ്തു, വളരെ എനർജറ്റിക് ആയിട്ട് ഈ ജനക്കൂട്ടത്തിന്റെ മുമ്പിലേക്ക് എടുത്ത് ചാടി അലറിക്കൊണ്ട്. They melted away as if by magic. അപ്പം എന്താ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു മാജിക് പോലെ ആണ് ഈ ആളുകളൊക്കെ എന്തായി പോയത്, അവിടെ നിന്നിട്ട് അപ്രത്യക്ഷമായിട്ട് പോയത്. ഓക്കെ. Question number 21. What was really required of the tiger in that scene? ആ സീനിൽ ശരിക്കും ആ ഒരു ടൈഗർ ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു, അല്ലെങ്കിൽ ടൈഗറിന്റെ ആ ഒരു ആവശ്യകത എങ്ങനെയായിരുന്നു? The tiger was required to pace quietly without paying any attention to the characters Gopi and Bhaga, who were exiled into the forest by their king. അപ്പം ഈ രാജാവാല് വിലക്കപ്പെട്ടിട്ട് കാട്ടിലോട്ട് വന്നവരാണ് ഗൂപ്പിയും ഭാഗയും. അപ്പോൾ ഇവരെ കാണുന്ന സമയത്ത് നമ്മുടെ ടൈഗർ ഇങ്ങനെ ജസ്റ്റ് നടക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും, പക്ഷെ ഇവരെ കാണുന്ന സമയത്ത് ഒട്ടും അവരെ നേരെ ശ്രദ്ധ തിരിക്കാതെ തിരിച്ചു പോകണം. അതാണ് ടൈഗർ അവിടെ കാണിക്കേണ്ടിയിരുന്ന സീൻ എന്ന് പറയുന്നത്. Last question number 22. What did Ray and his team realize 2 days later? അപ്പോൾ 2 ദിവസം കഴിഞ്ഞ സമയത്ത് നമ്മുടെ റേയും അതുപോലെ അദ്ദേഹത്തിൻ്റെ ടീമും മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്തായിരുന്നു? They realized that this time the tiger and the camera had behaved well and they got the type of shots they had wanted. അപ്പോൾ എന്തായിരുന്നു, ഈ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ടൈം ഇവർ വന്ന് നോക്കിയ സമയത്ത് ടൈഗറും അതുപോലെ ക്യാമറയും നന്നായിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ രണ്ടും അവർ വിചാരിച്ചിട്ടുള്ള ഒരു ലെവലിൽ അവർക്ക് ആ ഷോട്ട്സ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കിട്ടിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതായിരുന്നു അവർ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ആക്ടിവിറ്റീസിലോട്ടേക്ക് പോവാം. അതിൽ ഫസ്റ്റത്തത് Satyajit Ray and his friends had to shoot scenes involving the tiger twice at Nautun and Borel. Write the events that took place in both the places in a sequential order and describe the shooting. അപ്പോൾ 2 വട്ടാണ് ഇവർക്ക് ആ ഒരു ഗ്രാമത്തിൽ വെച്ചിട്ട് ഈ ഒരു ഷൂട്ട്, ടൈഗറിനെ വെച്ചിട്ടുള്ള ഷൂട്ട് നടത്തേണ്ടി വന്നിരിക്കുന്നത്. ഒന്ന് എവിടെയായിരുന്നു? നത്തൻ ഗ്രാമിലും അതുപോലെ ഗ്രാമത്തിൽ, പിന്നെ അതുപോലെ ബോറൽ എന്ന് പറയുന്ന സ്ഥലത്തുമായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഷൂട്ടിങ്ങും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ഷൂട്ടിംഗ് അറ്റ് നൊത്തോൺ ഗ്രാം. ഫൗണ്ട് എ സ്യൂട്ടബിൾ ബാംബു ഗ്രോ ഇൻ നൊത്തോൺ ഗ്രാം. അപ്പോൾ എന്താണ്, അവിടെ ആ ഗ്രാമത്തിൽ ഒരു പറ്റിയിട്ടുള്ള ആപ്റ്റ് ആയിട്ടുള്ള ഒരു ബാംബു ഗ്രോ അവർ എന്ത് ചെയ്തു, കണ്ടെത്തി. എ ലോറി arrived with 2 well fed tigers. അപ്പോൾ നല്ല ഉഷാറുള്ള, നല്ല എന്താ പറയുക, അത്രയും ബിൽഡപ്പ് ആയിട്ടുള്ള 2 ടൈഗേഴ്സ് ലോറിയിൽ അവിടെ വന്നു. എ ട്രൈപോഡ് വാസ് പ്ലേസ്ഡ് ഫേസിംഗ് ദ ബാംബു ഗ്രോവ് ടു മൗണ്ട് ദി ക്യാമറ. അപ്പോൾ ക്യാമറ എന്ത് ചെയ്തു, ഒരു ട്രൈപോഡിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. അത് ഫേസ് ചെയ്തിരിക്കുന്നത് ഈ ബാംബു ഗ്രോവിൻ്റെ നേരെയാണ്. ദ ഓഡിയൻസ് വാസ് ഇൻസ്ട്രക്റ്റഡ് ടു ഗെറ്റ് ബിഹൈൻഡ് ദ ക്യാമറ. അപ്പോൾ ഓഡിയൻസിനടുത്ത് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ക്യാമറയുടെ പിന്നിലായിട്ട് നിൽക്കണം. Then Gopi and Bhaga were placed close to the bamboo grove so that they could be seen along with the tiger. അതുപോലെ ഗൂപ്പിയും ഭാഗയും അതുപോലെ ബാംബു ഗ്രോവിൻ്റെ അടുത്ത് തന്നെയായിട്ട് നിൽക്കണം, എന്നാൽ മാത്രമേ ടൈഗറിൻ്റെ ഒപ്പം അവർക്ക് ഈ സീനിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ. A 5-foot iron rod was fixed to the ground some 30 feet from the area where the tiger was to walk. അപ്പം ടൈഗർ നടന്നു വരുന്ന ഒരു 30 ഫീറ്റ് അകലെയായിട്ട് ഏകദേശം ഒരു 5 അടി നീളമുള്ള ഒരു അയൺ റോഡ് അവിടെ ഗ്രൗണ്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. Then a tiger skin collar with a thin wire inside was placed in the neck of the tiger. അതുപോലെ ടൈഗറിന്റെ നെക്കിൽ ഒരു എന്താണ് തിൻ വയർ അതുപോലെ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. The door of the cage was opened and the tiger jumped out, but instead of walking calmly it started running and jumping about. അതുപോലെ കേജ് തുറന്ന സമയത്ത് നമ്മുടെ ടൈഗർ ഇങ്ങനെ ചാടി കുതിച്ചായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. കൂടാതെ സാവധാനം ശാന്തമായി നടക്കേണ്ട സമയത്തിന് പകരം ടൈഗർ എന്താ ചെയ്തത്, വളരെ എറഗൻ്റ് ആയിട്ടായിരുന്നു പെരുമാറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ when it became calm some shots were taken. അപ്പോൾ കുറച്ച് അത് ഒന്ന് കെട്ടടങ്ങിയപ്പോൾ ഇവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് ഷോട്ട്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് ദ ഷോട്ട്സ് വാർ ഡാർക്ക് ഓയിങ് ടു പോർ ലൈറ്റ്. അപ്പോൾ ആ വെളിച്ചത്തിൻ്റെയും അതിൻ്റെ ആ ഒരു എന്താ പറയുക, ക്യാമറയുടെ പ്രശ്നവും ഒക്കെ ആയിട്ട് ഇവർ വിചാരിച്ചിട്ടുള്ള ആ ഒരു ലെവലിൽ അവർക്കത് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഷൂട്ട് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അടുത്തത് ബോറലിൽ വെച്ച് നടന്നിരിക്കുന്ന എന്നുവെച്ചാൽ രണ്ടാമത് ഈ ടൈഗറിനെ വെച്ച് നടന്നിട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഫൗണ്ട് ബാംബു ഗ്രോവ് നിയർ കൽക്കട്ട ഇൻ ബോറൽ. ഇപ്പോൾ ബോറലിൽ, കൽക്കട്ട എന്ന് പറയുന്ന സ്ഥലത്ത്, ബോറൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ബാംബു ഗ്രോവ് അവർ കണ്ടെത്തി. ദ ലോറി റൈഡ് വിത്ത് താറെ ദ ടൈഗർ, ദ സ്റ്റീൽ വയർ, ദ സ്പെഷ്യൽ കോളർ ആൻഡ് ദി അയൺ റോഡ്. അപ്പോൾ നേരത്തെ വന്നതുപോലെ തന്നെ ലോറിയിൽ ഈ ടൈഗർ ഉണ്ടായിരുന്നു, കൂടെ സ്റ്റീൽ വയറും സ്പെഷ്യൽ ആയിട്ടുള്ള കോളറും അയൺ റോഡും ഒക്കെ ഉണ്ടായിരുന്നു. ദ ഹോൾ വില്ലേജ് കെയിം ടു വാച്ച് ദ ഷൂട്ടിംഗ്. അപ്പോൾ അവിടെയുള്ള ഗ്രാമീണർ മുഴുവൻ ഷൂട്ടിംഗ് കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. The villagers were told to keep at 70 feet away from the scene of the shot. അപ്പം ആ ഷോട്ട് നടക്കുന്ന ഭാഗത്ത് നിന്ന് 70 ഫീറ്റ് അടി അകലെയായിട്ട് വില്ലേജസിനടുത്ത് നിൽക്കാനാണ് ഇവർ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിരുന്നത്. വിത്തൗട്ട് ലിസണിങ് ടു ദ ഇൻസ്ട്രക്ഷൻസ് ദ എൻറ്റയർ ക്രൗഡ് ഗോട്ട് ആസ് ക്ലോസ് ടു ദ ക്യാമറ ആസ് ദേ കുഡ്. പക്ഷേ ഇതൊന്നും അനുസരിക്കാതെ ഇവരെന്ത് ചെയ്തു, ക്യാമറയുടെ എത്ര അടുത്ത് വന്ന് നിൽക്കാവോ അത്ര അടുത്ത് വന്നിട്ട് ഇവർ ഇങ്ങനെ വളരെ കൂട്ടത്തോടെ നിന്നു. ദ ക്രൗഡ് ഡിസപ്പിയർഡ് ആസ് ഇഫ് ബൈ മാജിക്. അപ്പോൾ എന്താണ്, ക്രൗഡ് പെട്ടെന്ന് തന്നെ എന്തായി, പെട്ടെന്ന് അവിടുന്ന് അപ്രത്യക്ഷമായി, എന്തോ ഒരു മാജിക് പോലെ അപ്രത്യക്ഷമായി. Then the tiger calmed down and the shots were taken as required. അപ്പോൾ അവർക്ക് ആവശ്യമുള്ളതുപോലെ അവർ ഷോട്ട്സ് എടുത്തു, എപ്പോൾ ടൈഗർ കുറച്ച് ഒന്ന് കാമായ സമയത്ത്. Then this time the tiger and the cameraman behaved well. അപ്പോൾ ക്യാമറ behaved well. അപ്പോൾ ഈ ഒരു സമയത്ത് ടൈഗറും ക്യാമറയും നന്നായിട്ട് ബിഹേവ് ചെയ്തു. കാരണം വെച്ചാൽ രണ്ടാമത്തെ സമയം അവർ വിചാരിച്ചിട്ടുള്ള ഒരു സീൻ അവർക്ക് എടുക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാനൊന്ന് വായിക്കാം. We found a suitable bamboo grove in Northern Gram. As arranged with Mr. Thorit of Bharat Circus, a lorry arrived with 2 well-fed tigers. He brought 2 so that if one did not do things properly, the other could be used.
Then tripod was placed facing the bamboo grove to mount the camera. The audience was instructed to get behind the camera. Goopy and Baga were placed close to the bamboo grove so that they could be seen along with the tiger. A 5-root iron rod was fixed to the ground some 30 feet from the area where the tiger was to walk. A tiger skin collar with a thin wire inside was placed in the neck of the tiger. The door of the cage was opened and the tiger jumped out. But instead of walking calmly, it started running and jumping about. When it became calm, some shots were taken, but the shots were later found to be dark owing to poor light. The scenes had to be shot a second time. A bamboo grove near Calcutta in Boral was found. The lorry arrived with Toreth, the tiger, the steel wire, the special collar, and the iron rod. The whole village came to watch the shooting. The villagers were told to keep at least 70 feet away from the scene of the shot. Without listening to the instructions, the entire crowd got as close to the camera as they could. Thoret opened the cage. With a roar, the tiger charged towards the crowd. The crowd disappeared as if by magic. Soon the tiger calmed down and the shots were taken as required. This time the tiger and the camera behaved well. അപ്പോൾ നമ്മൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെ ഒന്ന് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. Okay, in activity number 2, Rai and his friends visited the Bharat Circus camp in Calcutta to hire a tiger to be filmed for his movie Goopy Gain Baga Bain. He spoke to the manager of the circus company. What would Ray have spoken? Attempt the conversation between Ray and the manager. അപ്പോൾ റായി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ടൈഗറിൻ്റെ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ഭാരത് സർക്കസിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ അവിടുത്തെ മാനേജറായിട്ട് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. അപ്പം റായിയും അതുപോലെ ആ മാനേജറും കൂടി സംസാരിക്കാവുന്ന ആ ഒരു കോൺവെർസേഷൻ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആൻസർ നോക്കൂ. റായ്: ഗുഡ് മോർണിംഗ് മാനേജർ, ഐ ആം റായ്, സത്യജിത് റായ്, എ ഫിലിം ഡയറക്ടർ. Manager: Good morning, Mr. Rai. I have heard a lot about you. What brings you here? അപ്പം എന്താണ്, ഞാൻ താങ്കളെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്, താങ്കൾ എന്താണ് ഇവിടെ വരാൻ കാരണം? അപ്പോൾ റായ് പറയുകയാണ്, ഐ എം ഷൂട്ടിംഗ് എ ഫിലിം വിത്ത് എ ടൈഗർ ഇൻ ഇറ്റ്. ദ ടൈഗർ ഹാസ് ഓൺലി എ സ്മോൾ റോൾ. ഇറ്റ് ഹാസ് ടു ബി സീൻ അലോങ് വിത്ത് 2 ഓഫ് അവർ ആക്ടേഴ്സ്. അപ്പം ഞങ്ങൾക്ക് ഒരു ടൈഗറിനെ വേണം, ചെറിയൊരു റോളേ ഉള്ളൂ, അപ്പം ആക്ടേഴ്സിൻ്റെ കൂടെ ഒന്ന് അതിനെ കാണിക്കണം. Then manager: Well, our ringmaster, Mr. Thorit, a nice gentleman. I will ask him if it's possible to send our tiger out on such missions. If he agrees, I will have no problem. I will definitely help you. അപ്പോൾ ഞങ്ങളുടെ ഒരു എന്താ പറയുക റിംഗ് മാസ്റ്റർ ഉണ്ട്. അപ്പോൾ അദ്ദേഹം ഇതിന് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ടൈഗറിനെ കൊണ്ടുപോകാം, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ റായ് പറയാണ്, താങ്ക് യു വെരി മച്ച്. ഐ ഷുഡ് മീറ്റ് മിസ്റ്റർ തോറിത്ത് ഓർ വിൽ യു സ്പീക്ക് വിത്ത് ഹിം? അപ്പം ഞാൻ അദ്ദേഹത്തെ കാണണോ അതോ താങ്കൾ അദ്ദേഹത്തോട് സംസാരിക്കുമോ? അപ്പം മാനേജർ: ഐ വിൽ സ്പീക്ക് വിത്ത് ഹിം ഫസ്റ്റ് ആൻഡ് ദെൻ യു ക്യാൻ മീറ്റ് ഹിം ഫോർ മേക്കിംഗ് ദ ഫൈനൽ അറേഞ്ച്മെൻറ്റ്. ബൈ ദ വേ, ഫോർ ഹൗ ലോങ് ഡു യു വാണ്ട് ദ ടൈഗർ? ഓക്കെ, ഞാൻ ആദ്യം സംസാരിക്കുക, എന്നിട്ട് നിങ്ങൾ അവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ. ഓക്കെ, അപ്പോൾ ചോദിക്കുകയാണ്, എന്തായാലും എത്ര ദൂരം ഉണ്ടാവും നിങ്ങൾക്ക് ഈ ടൈഗറിനെ കൊണ്ടുപോകാനും വരാനൊക്കെ ആയിട്ട്? അപ്പോൾ റായി പറയാണ്, ആക്ച്വലി ദ ഷൂട്ടിംഗ് വിൽ ബി ജസ്റ്റ് ഫോർ 2 hours. ഷൂട്ടിംഗ് എന്ന് പറയുന്നത് വെറും 2 മണിക്കൂറാണ്. ബട്ട് ദെൻ ദർ ഈസ് ദ ട്രാവലിംഗ് ടൈം. ബാക്കി വരുന്നത് ട്രാവലിംഗ് ടൈമാണ്, യാത്രാ സമയമാണ്. വി ഇൻറ്റൻഡ് ടു ടേക്ക് ദ ഷോട്ട്സ് അറ്റ് നത്തൂൺ ഗ്രാം വിച്ച് ഈസ് എ ബിറ്റ് ഫാർ ഫ്രം ഹിയർ. അപ്പോൾ ഇവിടുന്ന് അത്യാവശ്യം ദൂരമുള്ള ഒരു ഗ്രാമത്തിൽ വെച്ചിട്ടാണ് ഞങ്ങളിത് ഷൂട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ മാനേജർ പറയുന്നു, നോ പ്രോബ്ലം. Toret will be the one to decide finally as he handles the animal here, but I am sure he will agree. അപ്പോൾ ഇവിടെ ആനിമൽസിനൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം, അദ്ദേഹം എന്തായാലും സമ്മതിക്കാണ്ടിരിക്കില്ല. അപ്പോൾ റായി: താങ്ക് യു വെരി മച്ച് മാനേജർ, ഇറ്റ് ഇസ് ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ 3. Alfred Hitchcock desired to make a film called Birds. In the story, birds from all over the world start attacking humans. Hitchcock needed a variety of birds, but what was required in large number was ravens. Notices were placed in the press all over the United States asking people to contact the filmmaker. Draft the likely notice that was published in the newspaper. അപ്പം ഹിച്ച്കോക്കിന് അദ്ദേഹത്തിൻ്റെ ബേർഡ്സ് എന്ന ഫിലിമിൽ ഒരുപാട് ബേർഡ്സിനെ ആവശ്യമുണ്ട്. ഒരു ഹ്യൂമണിനെ ഒരുപാട് ബേർഡ്സ് അറ്റാക്ക് ചെയ്യുന്നൊരു സീനാണ് അതിൽ കാണിക്കുന്നത്. അപ്പം ബേർഡ്സിന് ആവശ്യമുള്ളത് അറിയിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ന്യൂസ് പേപ്പറിൽ ഒരു ആഡ് കൊടുക്കുകയാണ്, ഒരു നോട്ടീസ് കൊടുക്കുകയാണ്. അതെങ്ങനെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോട്ടീസ് എന്ന് പറയുന്നത് അറിയാലോ,
ആ ഒരു നമ്മൾ നെയിം കൊടുക്കണം. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നോട്ടീസിന് ഒരു ടൈറ്റിൽ വേണം. ദെൻ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഡേറ്റ് വേണം. ദെൻ നമ്മുടെ കാര്യം എന്താണ്, സബ്ജക്റ്റ് എന്താണെന്നുള്ളത് വളരെ കുറഞ്ഞ വേർഡ്സിൽ നമ്മൾ വളരെ ഷോർട്ടായിട്ട് വേണം നോട്ടീസ് കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ട്രെയിൻ ട്രാവൻസ് വാണ്ടഡ് എന്നുള്ളതാണ് അവിടുത്തെ ആ ഒരു ടൈറ്റിൽ എന്ന് പറയുന്നത്. ദെൻ പ്ലേസ് ഇത് കൊടുത്തിട്ടുണ്ട്, ഹോളിവുഡ് 1 March 2021. പിന്നെ കാര്യം അവതരിപ്പിച്ചിട്ടുണ്ട്, മിസ്റ്റർ ആൽഫ്രഡ് ഹിച്ച്കോക്ക്, ദ ഫിലിം ഡയറക്ടർ, ഈസ് നീഡ് ഓഫ് മെനി വെറൈറ്റീസ് ഓഫ് ട്രെയിൻഡ് ബേർഡ്സ് ഫോർ ഹിസ് ന്യൂ ഫിലിം ബേർഡ്സ്. Those who have trained ravens and other birds may contact Mr. Hitchcock immediately. പിന്നെ അവിടെ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഫോൺ നമ്പറും അതുപോലെ ഇമെയിൽ അഡ്രസ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഒരു നോട്ടീസ് ചെയ്യുന്നത്. Then activity number 4, read the instructions given below. According to the Prevention of Cruelty to Animals Act, if an animal is used for the purpose of entertainment, it shall be according to strict norms suggested by the act. അപ്പോൾ ഒരു ഫിലിമിൽ നമ്മളൊരു ആനിമലിനെ ആക്ട് ചെയ്യിക്കുകയാണെങ്കിൽ അവിടെ ഒരുപാട് എന്താണ് നിയമങ്ങളും നിയമാവശങ്ങളും ഒക്കെ ഉണ്ട്. കാരണം അത് വളരെ എളുപ്പമല്ല ചെയ്യുന്നത്. കാരണം ആനിമൽ ആക്ട് പ്രകാരം നമ്മളൊരു മൃഗത്തിനെ ഉപദ്രവിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ കാരണം അതിന് ദോഷമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ നമ്മൾ അവരെന്ത് ചെയ്യണം, അറിയിക്കേണ്ടതായിട്ടുണ്ട്. Imagine Rai writes a letter to the chairman to find of Animal Welfare Board of India, informing him the details of the shoot, ensuring him that the rules will be strictly adhered to. Draft the likely letter. ഓക്കെ, പറഞ്ഞിരിക്കുന്നത് എന്താണ്, റായി അവിടുത്തെ ആനിമൽ വെൽഫെയർ ബോർഡിൻ്റെ ചെയർമാൻ ഒരു ലെറ്റർ എഴുതുന്നതായിട്ട് നമ്മളോട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് കാര്യം ഇൻഫോം ചെയ്യുന്നത്, ഷൂട്ടിന് നമ്മൾ ഇതുപോലെ ആനിമൽസിനെ യൂസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അവരുടെ പെർമിഷൻ നമുക്ക് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, അതൊക്കെ അറിയിച്ചുകൊണ്ടാണ് നമ്മളോട് ഒരു ലെറ്റർ ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ലെറ്ററിൻ്റെ ഫോമാറ്റ് അറിയാലോ. ഫസ്റ്റ് നമ്മൾ ഫ്രം അഡ്രസ്സ് ഉണ്ടാവും, ടു അഡ്രസ്സ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഫ്രം എന്ന് പറയുമ്പോൾ നമ്മുടെ സത്യജിത് റായ് ആണ് എഴുതുന്നത്. സോ സത്യജിത് റായ്, അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് റായ് ഫിലിം പ്രൊഡക്ഷൻസ്, കെറോൾ ബാഗ്, കൽക്കത്ത. പിന്നെ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാനുള്ള ഫോൺ നമ്പറും ഇമെയിലൊക്കെ കൊടുക്കുക, എഴുതുന്ന ഡേറ്റ് കൊടുക്കുക. ദെൻ ടു എന്ന് പറയുന്നത് നമ്മൾ ആർക്കാണോ കൊടുക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക്, ദ ചെയർമാൻ ആനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യ. പിന്നെ നമ്മൾ അവരെ സല്യൂട്ട് ചെയ്യുക, സല്യൂട്ടേഷൻ കൊടുക്കുക, റെസ്പെക്റ്റഡ് സർ. എന്നിട്ട് കാര്യം പറയുക, സബ്ജക്റ്റ് പറയുക. എന്താണ്, പെർമിഷൻ ടു യൂസ് എ ടൈഗർ ഇൻ ഫിലിം. അപ്പോൾ ഫിലിമിൽ ടൈഗറിനെ യൂസ് ചെയ്യാനുള്ള ഒരു പെർമിഷനാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. We are planning to shoot a new film titled Goopy Gain Baga Bain. In the film, there is a scene where Goopy and Baga come across the tiger calmly walking about in the forest. We have discussed with Bharat Circus and they have agreed to give us a tiger for the shot. They told us we have to get permission from the board for using the animal in the film. This is to request you to give us the necessary permission. The actual shot will be on only for about 2 hours. The location is Northern. The tiger will be transported there in a cage in a lorry. All precautions are taken as suggested by the Animal Welfare Department and their conditions for the prevention of cruelty to animals are strictly followed. അപ്പം അതിൽ എന്താ മെയിൻ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളിങ്ങനെ ഒരു ഫിലിം ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിന് ടൈഗറിന് ആവശ്യമുണ്ട്. ഞങ്ങൾ സർക്കസിനെ സമീപിച്ചപ്പോൾ അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി താങ്കളുടെ അവിടുത്തെ പെർമിഷൻ കിട്ടണം. അപ്പം താങ്കളുടെ എന്താണ് ആനിമൽ ആക്ട് പ്രകാരമുള്ള എല്ലാ പ്രിക്കോഷൻസും അതുപോലെ എല്ലാ റൂൾസും ഞങ്ങൾ കീപ്പ് ചെയ്യും എന്നുള്ളത് ഉറപ്പ് തരുന്നുണ്ട്. ലാസ്റ്റ് പറയുന്നത്, ലുക്കിംഗ് ഫോർവേഡ് ടു ഗെറ്റിംഗ് യുവർ പെർമിഷൻ ആൻഡ് താങ്കിങ് യു. എന്താണ്, താങ്കളുടെ ഒരു പെർമിഷന് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. വിശ്വസ്തയോടെ സത്യജിത് റായ്, ഫിലിം ഡയറക്ടർ. ഓക്കെ, ഈ ഒരു ഫോമാറ്റിലാണ് നമ്മൾ ലെറ്റർ എഴുതേണ്ടത്. ഇനി ആക്ടിവിറ്റി 5. Rai begins his article with the topic sentences. No one can beat Hollywood when it comes to make films with animals in them. How does Ray substantiate his argument? അപ്പോൾ അദ്ദേഹം എന്താണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നുണ്ട്, ഹോളിവുഡിൽ ആനിമൽസിനെ വെച്ച് ചെയ്യുന്ന ഫിലിംസ് എന്ന് പറയുന്നത് മറ്റുള്ള ഫിലിംസിനേക്കാളൊക്കെ എത്രയോ മടങ്ങാണ്, മറ്റുള്ള ഫിലിംസിനൊന്നും അത്രയും ചെയ്യാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞിരിക്കുന്ന ആർഗ്യുമെൻറ്റിനെ അദ്ദേഹം ന്യായീകരിച്ചത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്ത് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Ray substantiates his argument by giving the examples of 2 dogs. അപ്പോൾ 2 ഡോഗ്സിനെയാണ് അദ്ദേഹം ഇവിടെ അതിനെ വിവരിക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെ കുറിച്ച് സമർത്ഥിക്കാനായിട്ട് അദ്ദേഹം എക്സാമ്പിളായി കൊടുത്തിരിക്കുന്നത് 2 ഡോഗ്സിനെയാണ്. He talks the film in which there was an Alsatian named Rin Tin Tin. അപ്പം
ആ ഒരു ഫിലിമിൽ ഒരു ഡോഗിനെ പറ്റി അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അൽസേഷ്യൻ ഡോഗാണ്, റിൻ ടിൻ ടിൻ എന്നാണ് അതിൻ്റെ നെയിം. ഇറ്റ് ആക്റ്റഡ് ഈവൻ ബെറ്റർ ദാൻ ഹ്യൂമൻസ്. അപ്പം ഒരു മനുഷ്യൻ ആക്ട് ചെയ്യുന്നതിനേക്കാൾ അസലായിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത്. ലേറ്റർ ദർ വർ സം ഫിലിംസ് വിത്ത് കോളി കാൾഡ് ലെസി. അപ്പോൾ വേറൊരു ബ്രീഡിൽപ്പെട്ട ഒരു ഡോഗും ലെസി എന്ന് പറയുന്ന ഒരു ഡോഗും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫിലിമിൽ അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റ് ലുക്ക്ഡ് ആസ് ഇഫ് ദ ഡയറക്ടർ കുഡ് മേക്ക് ലെസി ആക്ട് ദ വേ ഹി വാണ്ടഡ് ടു ആക്ട് ഇറ്റ്. അദ്ദേഹം എങ്ങനെയാണോ ഈ നായ എങ്ങനെയാണോ ആക്ട് ചെയ്യേണ്ടത് എന്നുള്ള ഒരു അദ്ദേഹത്തിന് എങ്ങനെയാണോ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അതുള്ളത്, അതുപോലെ തന്നെ ആ ഒരു ഡോഗ് എന്ത് ചെയ്യാറുണ്ട്, ആക്ട് ചെയ്യാറുണ്ട്. ദീസ് ഡോഗ്സ് വർ ലൈക്ക് സ്റ്റാർസ് ആൻഡ് ദേ വർ പെയ്ഡ് ലൈക്ക് എനി അതർ ബിഗ് ആക്ടർ. അപ്പോൾ മറ്റുള്ള ഏതൊരു ബിഗ് ആക്ടേഴ്സിന് കിട്ടുന്നതിനേക്കാളും വലിയൊരു പേയ്മെൻറ്റ് ഇവർക്ക് ലഭിക്കുന്നുണ്ട്. Their owners could easily get 1 lakh rupees from just one film. അപ്പോൾ ഒരു ഫിലിം ചെയ്താൽ തന്നെ ഓണേഴ്സിന് എന്താണ് 1 ലക്ഷം രൂപയോളം കിട്ടുന്നുണ്ട്. Later we also see how stand-ins are provided even for dogs which are as famous as the celebrity actors. അപ്പോൾ പൊതുവേ നമ്മൾ വലിയ സെലിബ്രിറ്റി ആക്ടേഴ്സിനൊക്കെയാണ് സ്റ്റാൻഡിൻസിനെ കാണാറ്. പക്ഷേ ഇവിടെ ഈ ഡോഗ്സിനും ആ ഒരു സ്റ്റാൻഡിൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 6, ആക്ടിവിറ്റി 6 ആണ് കേട്ടോ. Are the new generation film makers seriously about film making? Conduct a okay, ഇനി ആക്ടിവിറ്റി 6 ആണ്. Are the new generation film makers serious about film making? ഒരു സിനിമ നമ്മൾ നിർമ്മിക്കുന്ന സമയത്ത് ആ സിനിമ നിർമ്മാതാക്കൾ വളരെ സീരിയസ് ആയിട്ടാണോ ഫിലിമിനെ അപ്രോച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ എത്രത്തോളം അതിന് സീരിയസ്നെസ് കൊടുക്കുന്നുണ്ട് എന്നതിനെ ആസ്പദമാക്കിയിട്ട് ഒരു ഡിബേറ്റ് നടത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെ ഫേവർ ചെയ്തുകൊണ്ടും അതുപോലെ അതിനെ എഗൻസ്റ്റ് ആയിട്ടും അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമാണ് നമ്മളോട് ഒരു ഡിബേറ്റ് കണ്ടക്ട് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെ പോയിന്റ്സ് ഉൾപ്പെടുത്താമെന്ന് നമുക്ക് നോക്കാം. പോയിന്റ്സ് ഇൻ ഫേവർ ഓഫ് ന്യൂ ജനറേഷൻ ഫിലിം ആൻഡ് ഫിലിം മേക്കേഴ്സ്, അതിനെ അനുകൂലിച്ചുകൊണ്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ടേക്ക് ഓൾ എഫേർട്സ് ടു മേക്ക് ഫിലിം റിസംബിൾ റിയൽ ലൈഫ്. അപ്പം ഒരു യഥാർത്ഥ ലൈഫിനെ റിസംബിൾ ചെയ്യാൻ, അല്ലാതെ അതേ കാണിക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം എഫേർട്ട് അവർക്ക് എടുക്കാൻ പറ്റുന്നുണ്ടോ അപ്പോൾ അത്രയും എഫേർട്ട് അവർ റിയൽ ലൈഫ് കാണിക്കാൻ വേണ്ടിയിട്ട് ഫിലിമിലേക്ക് എടുക്കുന്നുണ്ട്. ദെൻ പ്രൊഡക്ഷൻ ഓഫ് ഫിലിംസ് ഓൺ വേരിയസ് സബ്ജക്ട്സ് ആൻഡ് സ്റ്റോറീസ് ഹാസ് ഇൻക്രീസ്ഡ്. ഒരുപാട് കഥകളെയും അതുപോലെ മറ്റ് പല വിഷയങ്ങളെ ആസ്പദമാക്കിയിട്ട് വരുന്ന ഫിലിംസിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത് വളരെ കൂടുതൽ തന്നെയാണ്. ദ ന്യൂ ജനറേഷൻ ഫിലിംസ് ആർ ടെക്നിക്കലി ഹൈടെക്. സാങ്കേതികപരമായിട്ട് വളരെ നല്ല മികച്ച രീതിയിൽ തന്നെ നിൽക്കുന്ന ഒരു മേഖലയാണ് ന്യൂ ജനറേഷൻ ഫിലിംസ് എന്ന് പറയുന്നത്. ദെൻ മോഡേൺ ടെക്നോളജീസ് ഹെൽപ്പ് ക്രിയേറ്റ് പെർഫെക്ഷൻ ഇൻ ഗ്രാഫിക്സ്, പിക്ചർ, കളർ ആൻഡ് സൗണ്ട് മിക്സിംഗ് എക്സെട്ര. അതുപോലെ പുതിയ സാങ്കേതിക വിദ്യകൾ കൊണ്ട് തന്നെ അവർക്ക് ഈ ഗ്രാഫിക്സിലും അതുപോലെ അവർ കൊടുക്കുന്ന പിക്ചേഴ്സിലും കളറിലും അതുപോലെ സൗണ്ട് മിക്സിങ്ങിലൊക്കെ ഒരുപാട് പെർഫെക്ഷൻ കൊടുക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്. ദെൻ കണ്ടംപററി ഇഷ്യൂസ് ആർ ഹൈലൈറ്റഡ്. ഇപ്പോൾ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവർ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അതേ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പല സ്റ്റോറീസും ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ദെൻ പോയിന്റ്സ് എഗെയിൻസ്റ്റ് ദ ന്യൂ ജനറേഷൻ ഫിലിംസ്, ഇതിനെ എതിർത്തുകൊണ്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ്. നോ പ്രോപ്പർ പ്ലാനിങ് ആൻഡ് റിസർച്ച്. പ്രത്യേകിച്ചുള്ള ഒരു റിസർച്ച് പ്ലാനിങ് ഒന്നും ഇല്ല. സ്ക്രിപ്റ്റ്സ് ആർ ഓഫൻ റിട്ടൺ ഓൺ ദ ലൊക്കേഷൻ. ഒരു പരിധിവരെയൊക്കെ ചിലവർ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് സ്ക്രിപ്റ്റ് പോലും എഴുതുന്നത്. ദെൻ ടു മച്ച് ഓഫ് ഡ്രിങ്കിങ് ആൻഡ് ഡ്രഗ് ടേക്കിംഗ് ആർ ഷോൺ. അതിൽ വേണ്ടാതെ ഒരുപാട് നമ്മൾ ലഹരി യൂസ് ചെയ്യുന്നതും മറ്റുമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് അവർ ഫിലിമിൽ കാണിക്കുന്നുണ്ട്. ദെൻ ഓൾമോസ്റ്റ് ഓൾ മൂവീസ് ആർ നോട്ട് ഫാമിലി ഫ്രണ്ട്ലി എന്നുവെച്ചാൽ കുറേ ഫിലിംസ് ഒന്നും നമുക്ക് ഫാമിലി ആയിട്ട് പോയി കണ്ട് ഇരിക്കാൻ പറ്റിയ ഫിലിംസ് ഒന്നും അല്ല. ദെൻ മ്യൂസിക് ഇസ് ഹോറിബിൾ ആൻഡ് എനിത്തിങ് ഗോസ് ഇൻ ദ നെയിം ഓഫ് മ്യൂസിക്. അതുപോലെ മ്യൂസിക് എന്ന് പറയുന്നത് പണ്ടത്തെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത്രത്തോളം ഭംഗിയോ കാര്യങ്ങളോ ഒന്നും ഇന്നത്തെ മ്യൂസിക്കിന് ഇല്ല. ദ ടെക്നോളജി ഓവർ പവേർഡ് ദ എബിലിറ്റി ഓഫ് ആക്ടേഴ്സ് ആൻഡ് ആർട്ടിസ്റ്റ്. അപ്പം ടെക്നോളജിയുടെ അമിതമായിട്ടുള്ള യൂസ് കൊണ്ട് തന്നെ ഈ ആക്ടേഴ്സിൻ്റെയും അതുപോലെ അതിൻ്റെ അകത്തുള്ള ആർട്ടിസ്റ്റിൻ്റെയൊക്കെ കഴിവുകൾ നമുക്ക് കൂടുതലായിട്ട് കാണാനോ അവർക്ക് പ്രകടിപ്പിക്കാനോ ഒന്നും സാധിക്കുന്നില്ല. കാരണം കുറേയൊക്കെ വരുന്നത് ടെക്നോളജി യൂസ് ചെയ്യുന്നത് കൊണ്ട്. ഓക്കെ, ഇനി അടുത്ത് നോക്കൂട്ടോ. Go through the film terminology given and answer the questions. അപ്പോൾ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് എന്തൊക്കെയാണ്, ക്യാമറ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, ഓരോ വ്യത്യാസങ്ങൾക്കനുസരിച്ച് എന്ന് പറഞ്ഞാൽ സീനിനനുസരിച്ച് അവർ യൂസ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഇഫ് യു വാണ്ട് ടു ഷോ ദ ഫീലിങ്സ് ഓഫ് എ ക്യാരക്ടർ, വാട്ട് ടൈപ്പ് ഓഫ് ഷോട്ട് വിൽ യു ചൂസ്? അപ്പോൾ ഒരാളുടെ ഫീലിങ്സ് ആണ് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നതെങ്കിൽ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ഷോട്ടാണ് യൂസ് ചെയ്യുക? ക്ലോസ്-അപ്പ് ഷോട്ട്. അടുത്തത്, ഇഫ് യു വാണ്ട് ടു ഷോ എ ക്യാരക്ടർ റണ്ണിങ്, വാട്ട് ക്യാമറ മൂവ്മെൻറ്റ് വിൽ യു ചൂസ്? ഇപ്പോൾ ഒരു ക്യാരക്ടർ ഓടുന്ന ഒരു സീനാണ് കാണിക്കുന്നതെങ്കിൽ എങ്ങനെയായിരിക്കാം ക്യാമറ മൂവ് ചെയ്യുന്നത്? എങ്ങനെയാണ്? ഡോളി ഓർ ട്രാക്കിംഗ്?
Then if your protagonist is walking disappointedly through a paddy field, which camera angle will you choose? അപ്പം നമ്മുടെ നായകൻ ഒരു എന്താ പറയുക ഒരു പാടത്തിൻ്റെ നടുവിൽ കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. അങ്ങനെ ആകുമ്പം സങ്കടത്തോടെ പോവുകയാണ്. അപ്പം ഏത് ഷോട്ടാണ് കാണിക്കുന്നത്? അപ്പോൾ ക്യാമറയുടെ ആംഗിൾ എങ്ങനെയായിരിക്കും? ഹൈ ആംഗിൾ ആയിരിക്കും. ദെൻ ഇഫ് യു വാണ്ട് ടു ഷോ എ ടോൾ ട്രീ ഫ്രം ബോട്ടം ടു ടോപ്പ്, വിച്ച് ക്യാമറ മൂവ്മെൻറ്റ് വിൽ യു ചൂസ്? ഒരു മരത്തിൻ്റെ അങ്ങ് മുകളിൽ തൊട്ട് താഴെ മുതൽ മുകളിൽ വരെ കാണിക്കണമെങ്കിൽ ക്യാമറ എങ്ങനെയായിരിക്കാം മൂവ് ചെയ്യുന്നത്? ടിൽറ്റ്. ദെൻ ലാസ്റ്റ്, ഇഫ് യു വാണ്ട് ടു ഷൂട്ട് എ ക്യാരക്ടർ സീയിങ് സംതിങ് വെരി കാഷ്വൽ, വിച്ച് ഷോട്ട് വിൽ യു ചൂസ്? അപ്പോൾ ഒരു ക്യാരക്ടർ സാധാരണ വളരെ കാഷ്വലായിട്ട് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ഏത് ഷോട്ടായിരിക്കാം യൂസ് ചെയ്യുന്നത്? മീഡിയം ഷോട്ട്. ഓക്കെ, ഇനി അതിൽ ആക്ടിവിറ്റി 2, base forms of words take prefixes and suffixes to make new word forms. Sometimes two base forms are added to make new words. Word formation by using these methods are called prefixation, suffixation and compounding. അപ്പോൾ prefix, suffix എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? prefix എന്ന് പറഞ്ഞാൽ ഒരു വേർഡിൻ്റെ മുൻപിൽ നമ്മൾ ചേർക്കുന്ന ഒരു വേർഡ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ വേർഡ്സ് ഉണ്ടാവാം. ഓക്കെ, അതിനെയാണ് നമ്മൾ പ്രിഫിക്സ് എന്ന് പറയുന്നത്. അതേ സ്ഥാനത്ത് സഫിക്സ് എന്ന് പറയുമ്പം നമ്മൾ ബേസ് ഫോം ആയിട്ട് എടുത്തിരിക്കുന്ന വേർഡിൻ്റെ ശേഷം വരുന്നത്, ലാസ്റ്റ് വരുന്ന വേർഡിനെയാണ് നമ്മൾ സഫിക്സ് എന്ന് പറയാം. ഇനി അതുകൂടാതെ കോമ്പൗണ്ട് വേർഡ്സും കൂടി ഉണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് വേർഡ്സ് കൂടി കൂട്ടിയിട്ട് വരുന്ന വേർഡ്സിനെയാണ് നമ്മൾ കോമ്പൗണ്ട് വേർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൽ കുറച്ച് വേർഡ്സ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇമ്പോസിബിൾ, മേക്കിംഗ്, ഫിലിംസ്, ഇൻവിസിബിൾ, ചൈൽഡ്ഹുഡ്, അൺഫാസ്റ്റൈൻ, ക്യാമറാമാൻ, കസ്റ്റമറി, ഫിലിം മേക്കർ. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ബേസ് വേർഡും അതുപോലെ പ്രിഫിക്സേഷൻ വരുന്നത് ഏതിൽ, ബേസ് വേർഡ് എഴുതാനാണ്. പിന്നെ അതിൻ്റെ പ്രിഫിക്സേഷൻ വരുന്നത് ഏതാണ്, സഫിക്സ് യൂസ് ചെയ്തിരിക്കുന്നത് ഏതാണ്, കോമ്പൗണ്ടിങ് ഏതാണ് എന്നുള്ളതൊക്കെ എഴുതാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് ബേസ് വേർഡ് എന്ന് പറയുന്നത് ഇംപോസിബിൾ എന്നാണ്. ഇംപോസിബിൾ, പോസിബിൾ എന്നുള്ളതാണ് ബേസ് വേർഡ്. ഓക്കെ, അതിൽ എന്നുള്ളത് IM ആണ് ചേർത്തിരിക്കുന്നത്. അത് ചേർത്തിരിക്കുന്നത് പോസിബിൾ എന്ന വേർഡിൻ്റെ മുൻപിലാണ്, അതുകൊണ്ട് തന്നെ അത് പ്രിഫിക്സ് ആണ്. ഓക്കെ, IM എന്ന് പറയുന്നതാണ് അതിൻ്റെ പ്രിഫിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വേർഡ് മേക്കിംഗ് എന്നാണ്. മേക്ക് എന്നുള്ളതാണ് ബേസ് വേർഡ്, ING ആണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ സഫിക്സ് ആണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ ഫിലിംസ് എന്നാണ്. ഫിലിം എന്നുള്ളതാണ് ബേസ് വേർഡ്, കൂടെ ചേർത്തിരിക്കുന്നത് പ്ലസ് എസ് ആണ്, അപ്പോൾ സഫിക്സ് ആണ്. ദെൻ ഇൻവിസിബിളിൽ IN എന്ന് പറയുന്നതാണ് അതിൻ്റെ പ്രിഫിക്സ്, വിസിബിൾ എന്നുള്ളതാണ് ബേസ് വേർഡ് എന്ന് പറയുന്നത്. ദെൻ ചൈൽഡ്ഹുഡിൽ ഒരു കോമ്പൗണ്ട് വേർഡാണ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. അപ്പോൾ ചൈൽഡ് എന്ന് പറയുന്നതാണ് ബേസ് വേർഡ്, ഹുഡ് എന്ന് കോമ്പൗണ്ട് വേർഡ് എന്ന് പറയുന്നത്. ദെൻ ഫാസ്റ്റൻ എന്നുള്ളതാണ് ബേസ് വേർഡ് എന്ന് പറയുന്നത്. ED എന്ന് പറയുന്നത് അതിൻ്റെ സഫിക്സ് ആണ്. ദെൻ ക്യാമറാമാൻ എന്ന് പറയുന്നതിൽ ക്യാമറ ബേസ് വേർഡ് ആണ്. മാൻ എന്ന് പറയുന്നത് ക്യാമറ പ്ലസ് മാൻ എന്ന് പറയുന്നത് കോമ്പൗണ്ടിങ് വേർഡ് ആണ്. അതുകൊണ്ട് മാൻ എന്ന് പറയുന്നതാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്ന വേറൊരു വേർഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് കസ്റ്റമറി, അതിൽ കസ്റ്റമർ ആണ് ബേസ് വേർഡ്, Y ആണ് സഫിക്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് ഫിലിം മേക്കർ, അതിൽ ഫിലിം എന്ന് പറയുന്നത് ബേസ് വേർഡ് ആണ്. ഫിലിം പ്ലസ് മേക്കർ എന്ന് പറയുന്നതാണ് അവിടെ കോമ്പൗണ്ടിങ് വേർഡായിട്ട് വരുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് ആക്ടിവിറ്റി നോക്കൂട്ടോ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ വേർഡ്സ് ഗിവൺ ബിലോ. അപ്പോൾ താഴെ കുറച്ച് വേർഡ്സ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കറക്റ്റായിട്ട് അത് എവിടെയാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ ചാപ്ലിൻസ് ഫിലിം ദ സക്കേഴ്സ് ദ ലയൺ ഇൻ ദ കേജ് ഡസ് നോട്ട് സീം ടു ബി ഡാഷ്. അവിടെ വരുന്നത് ഫെറോഷ്യസ് എന്നാണ് കേട്ടോ. ഇറ്റ് ഈസ് ഡാഷ് ടു ടേക്ക് എ സ്ക്രീൻ ടെസ്റ്റ് ബിഫോർ കാസ്റ്റിംഗ് ആൻഡ് ആക്ടിംഗ് ഫോർ എ റോൾ. അത് വരുന്നത് കസ്റ്റമറി. In the fight scene, the boys were dash at the thought of having to die from the ledge. Petrified. In the fight scene, the boys were petrified at the thought of having to die from the ledge. They were looking for a dash youth, robust youth, to do the role of any army personnel. Then Prem Nazir is one of the most dash remembered actors in Malayalam cinema. The most reverentially remembered actors in Malayalam cinema. Then producers of low budget films can't dash top rated actors, can't
afford top rated actors. Okay. ഒന്നുകൂടിയുണ്ട്. The veteran director has decided to cast an amateur actor as the dash in his new film, as the protagonist in his new film. Okay.